ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്ത ആക്രമണം തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. 40 ദിവസം പശ്ചിമേഷ്യൻ മേഖലയിൽ മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും പറന്നു നീങ്ങി. അത് കഴിഞ്ഞ് വെടിനിർത്തലിന്റെ ആശ്വാസം. ഇപ്പോഴത്തെ സമാധാന ചർച്ചകളും കരാറിനെ കുറിച്ചുള്ള ധാരണകളും. ഇടയ്ക്കിടെ വീണ്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുന്നു. ഇതിനിടയിലും ഇറാനികളുടെ തീരാവേദന പലരും ശ്രദ്ധിച്ചില്ല. 3 മാസം മുൻപ് കൊല്ലപ്പെട്ട അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ ഇനിയും സംസ്കരിച്ചിട്ടില്ല. ഫെബ്രുവരി 28-ന് ഇറാനിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു ആയത്തുള്ള അലി ഖമനി എന്ന പരമോന്നത നേതാവിന്റെ വധം. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ വധിക്കപ്പെട്ട ആയത്തുള്ള അലി ഖമനിയുടെ മൃതദേഹത്തിന്റെ ഒരു ചിത്രം പോലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. 3 മാസത്തോളമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വരുന്നുമില്ല. പക്ഷേ ഒടുവിൽ ഇപ്പോഴിതാ 3 മാസങ്ങൾക്ക് ശേഷം ഖമനിയുടെ ഖബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇറാൻ. വൻ വിലാപയാത്രയോടെ ഖബറടക്കം നടത്താനാണ് ഇറാൻ ആലോചിക്കുന്നത്. 2 കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുന്ന ഇറാൻ കണ്ട ഏറ്റവും വലിയ വിലാപയാത്രകളിൽ ഒന്നാകും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. തീയതി തീരുമാനിച്ചിട്ടില്ല എങ്കിലും ഷിയ വിഭാഗത്തിന് പ്രാധാന്യമുള്ള മുഹറം മാസത്തിൽ നടത്താനാണ് ഇറാൻ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജൂൺ മാസം പകുതിയോടെ തന്നെ ഇത് നടന്നേക്കുമെന്ന് സൂചനയുമുണ്ട്. പക്ഷേ എന്തായാലും അമേരിക്കയുമായി സമാധാന കരാർ ഒപ്പിടുന്നത് ഏറെക്കുറെ അടുത്തു വരാൻ സാധ്യതയുണ്ട് എന്ന ധാരണയിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം കൂടി വന്ന ശേഷമായിരിക്കും തീയതി പ്രഖ്യാപിക്കുക. എന്നാൽ സമാധാന ചർച്ച ഇനിയും അകലെയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. 3 ദിവസത്തെ ചടങ്ങുകളായി വിലാപയാത്രയും ഖബറടക്കവും നടത്താനാണ് തീരുമാനമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 3 ഇടങ്ങളിൽ വിലാപയാത്ര നടക്കും. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനാണ് വിലാപയാത്ര നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് ആയത്തുള്ള അലി ഖമനി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഖോമാണ്. മഷ്ഹദിലും വിലാപയാത്ര നടത്തുമെന്നാണ് വിവരം. 1.5 കോടി മുതൽ 2 കോടി വരെ ആളുകൾ ഒഴുകിയെത്തുമെന്നാണ് ഇറാൻ ഭരണകൂടം കണക്കുകൂട്ടുന്നതത്രേ. സാധാരണഗതിയിൽ ആത്മീയ പശ്ചാത്തലമുള്ള നേതാക്കളുടെ വിലാപയാത്രയും സംസ്കാര ചടങ്ങുകളും ഇറാനിൽ വികാരഭരിതമാകാറുണ്ട്. ആയത്തുള്ള അലി ഖമനി പതിറ്റാണ്ടുകളോളം ഇറാനെ നയിച്ച പരമോന്നത നേതാവും അതിലുപരി ആത്മീയ നേതാവും എന്ന നിലയിൽ ആയത്തുള്ള ഖമനിയുടെ വിലാപയാത്രയും ഖബറടക്ക ചടങ്ങുകളും ഇറാനെ അതിവൈകാരികതയിലേക്ക് നയിക്കും. അമേരിക്ക യുദ്ധം ചെയ്ത് വധിച്ചു എന്നതും വൈകാരികതയുടെ ആഴം കൂട്ടുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊല്ലപ്പെട്ട നേതാക്കളുടെ ഖബറിടങ്ങളിൽ വരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നിരിക്കെ ഖമനിയുടെ ഖബറടക്ക തീയതിയും സ്ഥലവും അതീവ പ്രാധാന്യമേറിയതാണ്. മഷഹദിലായിരിക്കും ഖബറടക്കം നടക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ വരുന്ന ദിവസങ്ങളിൽ ഇറാൻ അമേരിക്കയുമായി സമാധാന ധാരണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും ഇറാൻ ഖബറടക്ക ചടങ്ങുകൾ തീരുമാനിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വധിക്കപ്പെട്ട നേതാക്കളുടെ ഖബറിടത്തിൽ വരെ ആക്രമണം നടന്നിട്ടുള്ളതിനാൽ അത്തരമൊരു നീക്കം ഇല്ലാതിരിക്കാനാണ് സമാധാന കരാറിന് ശേഷം തീയതി പ്രഖ്യാപിക്കാൻ ആലോചിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനി ജീവനോടെ ഉണ്ടോ കൊല്ലപ്പെട്ടോ എന്നത് സംബന്ധിച്ച് മുൻപ് പല ഊഹാപോഹങ്ങളും പ്രചരിക്കപ്പെട്ടിരുന്നു. മുജ്തബ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഒരിക്കൽ അവകാശപ്പെട്ട അമേരിക്ക ഇപ്പോൾ ആ പ്രസ്താവന സ്വയം തിരുത്തി രംഗത്തെത്തി. മുജ്തബ ഖമനി ജീവനോടെ ഉണ്ട് എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുജ്തബ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നും ഇറാന്റെ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നതിന്റെ സൂചനകൾ ഉണ്ട് എന്നും സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയെ മാർക്കോ റൂബിയോ അറിയിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റുവെന്നാണ് അമേരിക്ക പറയുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും ആരും മുജ്തബയെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഒരു വേള മുജ്തബ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നിവരെ അമേരിക്കയും ഇസ്രായേലും പ്രചരിപ്പിച്ചു. ഇതെല്ലാം തിരുത്തി പറയുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമനിയുടെ ഖബറടക്ക ചടങ്ങുകളിൽ മുജ്തബ പങ്കെടുക്കുമോ എന്നും ഇപ്പോൾ പറയാനാകില്ല. കാര്യം എന്തായാലും ഫെബ്രുവരി 28-ന് ആക്രമണം ആരംഭിച്ചതിന് ശേഷം മുജ്തബ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് വസ്തുതയാണ്. എന്നാൽ സമാധാന കരാറിന് ഇസ്രായേൽ തുരങ്കം വെക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ലെബനനിൽ വെടിനിർത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. ലെബനനിൽ വെടിനിർത്താതെ ഒരു മധ്യസ്ഥതയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ സമാധാന കരാർ അനിശ്ചിതമായി നീണ്ടുപോകുകയാണ്. ഇന്നലെ ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ US-ന്റെ മധ്യസ്ഥതയിൽ ലെബനൻ ഇസ്രായേൽ 4ാം ഘട്ട വെടിനിർത്തൽ ചർച്ച ആരംഭിച്ചിരുന്നു. ചർച്ച നടക്കുമ്പോഴും തെക്കൻ ലെബനനിലെ പല കേന്ദ്രങ്ങളിലും അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. ഇസ്രായേലിന്റെ വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങളുടെ ലംഘനത്തെ തുടർന്നാണ് ഇറാനും സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നത്.
96 ദിവസമായി നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലാണ് ഇതിന് തടസ്സമാകുന്നത്. ഇതോടെ 96 ദിവസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കാനാവാതെ രാജ്യത്തിനകത്തും പുറത്തും വലിയ വിമർശനങ്ങളാണ് ട്രംപ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് നേരിട്ട് ഇടപെട്ടിട്ടും കടുത്ത രീതിയിൽ ശാസിച്ചിട്ടും തന്റെ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. ഇതേ തുടർന്ന് സമാധാന ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സംയമനം ആവശ്യപ്പെട്ട് ട്രംപ് രംഗത്തെത്തുകയും വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുവെങ്കിലും അതൊന്നും ഇസ്രായേൽ ചെവിക്കൊണ്ടിട്ടില്ല. ലെബനനിൽ കൂടുതൽ മേഖലകളിൽ ആക്രമണം നടത്തി ട്രംപിനെയും വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഹിസ്ബുള്ളയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും വെടിനിർത്തലിന് അവർ തയ്യാറാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ആരാണ് US സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഹിസ്ബുള്ളയുമായി സംസാരിച്ചത് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയെന്ന ട്രംപിന്റെ വാക്കുകളോട് പ്രതികരിച്ചിട്ടുമില്ല. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകാം എന്നാണ് ഇറാൻ നിലപാടെടുത്തിട്ടുള്ളത്. പക്ഷേ നെതന്യാഹു സൈനിക നീക്കം അവസാനിപ്പിക്കാത്തതിനാൽ ഉടനെയൊന്നും ഇറാൻ അമേരിക്ക സമാധാന ചർച്ച നടക്കുമെന്ന് കരുതാനുമാകില്ല. സമാധാന കരാർ നീണ്ടുപോകുന്ന അത്രയും കാലം ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും ഇറാൻ തുടരും. ഇത് ആഗോള എണ്ണ വിപണിയിലെ പ്രതിസന്ധിയും നീട്ടിക്കൊണ്ടുപോകും. സമാധാനം അകലെയാണ് എങ്കിൽ ചെങ്കടൽ പാതയായ ബാബൽ മന്ദേബ് കൂടി അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൂടിയായാൽ ആഗോള വിപണി കൂടുതൽ ദുർബലമാകും. ലെബനനിൽ ആക്രമണം ഇനിയും തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞുപോകണമെന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. 1/4 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ സൈനിക അധിനിവേശം ലെബനനിൽ നടത്തുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരെ കൂടുതൽ ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തുന്നുമുണ്ട്. സ്പെയിൻ, ജർമ്മനി അടക്കമുള്ള രാഷ്ട്രങ്ങൾ പ്രതിഷേധം അറിയിച്ചു.